നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇലക്ഷൻ ന്യൂസ് 2014 ആരംഭിക്കുകയാണ്. സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. സിറ്റിംഗ് എംഎൽഎമാരും രാജ്യസഭാംഗങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. ഒന്നിലധികം സീറ്റിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം സ്ഥാനാർത്ഥികളിൽ നിന്ന് ഈടാക്കണമെന്നും ആവശ്യം. രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി കത്തോലിക്ക സഭ. കസ്തൂരിരംഗ റിപ്പോർട്ട് നടപ്പാക്കാത്തവർക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത കെസിബിസി. തെരഞ്ഞെടുപ്പ് നിലപാട് ചർച്ച ചെയ്യാൻ കത്തോലിക്ക സഭ വൈദികരുടെയും സംഘടനകളുടെയും യോഗം നാളെ. അഭിപ്രായ സർവേകൾ വിവാദമാകുന്നു. ഏജൻസികൾ പണം വാങ്ങുന്നുവെന്ന വെളിപ്പെടുത്തൽ അന്വേഷിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. നടപടിയെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നേതാക്കളെ താരമാക്കാൻ കോടികൾ പരസ്യത്തിനൊഴുക്കി പാർട്ടികൾ. രാഹുൽ ഗാന്ധിയുടെ യുവാവേശത്തിന് 700 കോടി. നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് വികസനം പരസ്യമായത് 400 കോടിക്ക്. ബിജെപിയും ഡിഎംഡികെയും തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക്. കർണാടകത്തിൽ ബിഎസ്ആർ കോൺഗ്രസിനെ പാളയത്തിലെത്തിക്കാൻ ബിജെപി. യെദ്യൂരപ്പയ്ക്ക് പിന്നാലെ ബി ശ്രീരാമലുവും ബിജെപിയിലേക്ക്. തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് വിശദമായി. സിറ്റിംഗ് എംഎൽഎമാരും രാജ്യസഭാംഗങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. ഒന്നിൽ കൂടുതൽ സീറ്റുകളിൽ ഒരേ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് മൂലം ഖജനാവിനുണ്ടാകുന്ന നഷ്ടം സ്ഥാനാർത്ഥികളിൽ നിന്ന് തന്നെ ഈടാക്കണമെന്നും ഹർജി ആവശ്യപ്പെടുന്നു. വോട്ടേഴ്സ് പാർട്ടി എന്ന സംഘടനയാണ് സിറ്റിംഗ് എംഎൽഎമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുന്നത്. സിറ്റിംഗ് എംഎൽഎമാർ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചാൽ നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. കൂടാതെ ഒരേ സ്ഥാനാർത്ഥി 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് വിജയിച്ചാൽ അവിടെയും ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് പൊതുഖജനാവിന് നഷ്ടമാകുന്നത് എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് സിറ്റിംഗ് എംഎൽഎമാർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതും ഒപ്പം ഒന്നിലധികം സീറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നതും തടയണമെന്ന് ഹർജി ആവശ്യപ്പെടുന്നു. അതല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം സ്ഥാനാർത്ഥികളിൽ നിന്ന് തന്നെ ഈടാക്കണം. അതിനുവേണ്ടി ജനപ്രാതിനിധ്യ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി കൊണ്ടുവരണമെന്നും വോട്ടേഴ്സ് പാർട്ടിയുടെ ഹർജിയിൽ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഇടുക്കി ലോക്സഭാ സീറ്റിനെ ചൊല്ലി യുഡിഎഫിൽ തർക്കം മുറുകവേ രാഷ്ട്രീയ നിലപാട് കൂടുതൽ വ്യക്തമാക്കി കത്തോലിക്ക സഭ. കസ്തൂരിരംഗ റിപ്പോർട്ട് നടപ്പാക്കാത്തവർക്ക് വോട്ട് ചെയ്യാനാണ് കെസിബിസിയുടെ ആഹ്വാനം. പശ്ചിമഘട്ടത്തിൽ ആശങ്കയോടെ ജീവിക്കുന്ന കർഷകരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നവരെ തെരഞ്ഞെടുക്കാൻ ഇടയലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് രാഷ്ട്രീയ നിലപാടിൽ കൂടുതൽ വ്യക്തത വരുത്തി കെസിബിസി രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിലെ തീരദേശ ജനതയുടെയും മലയോരങ്ങളിൽ ജീവിക്കുന്നവരുടെയും ആശങ്ക ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുന്നവരെ തെരഞ്ഞെടുക്കാനാണ് ആഹ്വാനം. സഭയ്ക്ക് ശക്തമായി ഇടപെടാൻ കഴിയുന്ന ഇടുക്കിയിലും വയനാട്ടിലും കസ്തൂരിരംഗൻ റിപ്പോർട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ ചൂടുപിടിപ്പിക്കുന്നതും. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ താമരശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ കർഷകർ അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിന് ഒരുങ്ങുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് മലയോര കർഷകന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നവരെ വിജയിപ്പിക്കണമെന്ന ആഹ്വാനവുമായി കത്തോലിക്ക സഭ ഇടയലേഖനം പുറത്തിറക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമായി കാണുന്നവരാണ് കത്തോലിക്ക വിശ്വാസികൾ. മനുഷ്യരെ അവഗണിച്ച് ഭൂമിയെയും സസ്യജന്തു ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സമീപനം തിരുത്തണമെന്ന് ഇടയലേഖനത്തിൽ പറയുന്നു. കത്തോലിക്ക മെത്രാൻ സമിതിക്ക് വേണ്ടി കെസിബിസി പ്രസിഡന്റ് കൂടിയായ കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവയാണ് ഇടയലേഖനം തയ്യാറാക്കിയത്. അടുത്ത മാസം 9-ന് പള്ളികളിൽ ഇടയലേഖനം വായിക്കും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ കത്തോലിക്ക സഭ വൈദികരുടെയും സഭാ സംഘടനകളുടെയും യോഗം വിളിച്ചു. കൊച്ചി പാലാരിവട്ടം POCയിൽ നാളെ രാവിലെയാണ് യോഗം. ജനകീയ പ്രശ്നങ്ങളുമായി സമരരംഗത്തുള്ള ബിഷപ്പുമാർ, വൈദികർ, കത്തോലിക്ക കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ എന്നിവരാണ് പ്രധാനമായും യോഗത്തിൽ പങ്കെടുക്കുന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തന്നെയാണ് ഇത്തരമൊരു നീക്കം മുന്നോട്ട് വെച്ചത്. എന്നാൽ കർദിനാൾ നേരിട്ട് യോഗത്തിനെത്തില്ലെന്നാണ് സൂചന. തന്റെ നിലപാടുകൾ കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളെ കർദിനാൾ മുൻകൂട്ടി അറിയിക്കും. അഭിപ്രായ സർവേ ഏജൻസികൾക്കെതിരായ വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. സർവേ ഫലം അനുകൂലമാക്കുന്നതിന് ഏജൻസികൾ നടത്തുന്ന വിലപേശലിന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ ഒരു ഹിന്ദി ചാനൽ പുറത്തുവിട്ടിരുന്നു. വെളിപ്പെടുത്തലിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ VA സമ്പത്ത് പറഞ്ഞത്. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം മാധ്യമ സ്ഥാപനങ്ങളുടെ നിലപാടുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായും പ്രവചിക്കുന്നതിന് ഏജൻസികൾ വിലപേശൽ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ന്യൂസ് എക്സ്പ്രസ് ചാനൽ പുറത്തുവിട്ടത്. 11 ഏജൻസികൾ ഇത്തരത്തിൽ വിലപേശൽ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വെളിപ്പെടുത്തലിനെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. और अगर वो टेप्स ठीक हैं तो हमें ये लगता है कि ये समय आ गया है जब इसके ऊपर सख्त एक्शन होना चाहिए.
അഭിപ്രായ സർവേകൾ നിരോധിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് AICC ജനറൽ സെക്രട്ടറി അജയ് മാക്കൻ പ്രതികരിച്ചു. ഇതേക്കുറിച്ചുള്ള BJPയുടെ മൗനം സംശയകരമാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. റിപ്പോർട്ട് ഗൗരവമായി കാണുന്നുവെന്നും വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ VA സമ്പത്ത് വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. തെരഞ്ഞെടുപ്പെടുത്തതോടെ നേട്ടങ്ങൾ ഉറപ്പുവരുത്തിയും വാഗ്ദാനങ്ങൾ നൽകിയും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരണ മുറിയിൽ എത്തുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾക്കായി ഓരോ പാർട്ടിയും ചെലവിട്ടിരിക്കുന്നത്. ആ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. തീവ്ര ചിന്താഗതിയല്ല, യുവാവേശം. പ്രമുഖ ബ്രാൻഡുകളെ വെല്ലുന്ന പരസ്യങ്ങൾ. യുവാവേശം എന്ന പരസ്യവാചകത്തോടെ എത്തുന്ന രാഹുൽ ഗാന്ധി. ഗുജറാത്തിലെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്ന നരേന്ദ്രമോദി. എല്ലാം സ്ഥിരം കാഴ്ചയായി കഴിഞ്ഞു. ചെറിയ അബദ്ധങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷങ്ങളാകുന്ന കാലത്ത് നേതാക്കളുടെ ഇമേജിന് കോട്ടം തട്ടാതെ മനസ്സിൽ നിർത്തുക ശ്രമകരമാണ്. ഫേസ്ബുക്കിന് മാർക്കറ്റിംഗ് തന്ത്രം പറഞ്ഞുകൊടുക്കുന്ന ജാപ്പനീസ് കമ്പനി ഡെൻസുവിനെയാണ് ഈ ദൗത്യം കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത്. 700 കോടി രൂപ മുതൽ മുടക്കിലാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള പരസ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ യുവാവേശത്തെപ്പറ്റി പറയാൻ മുംബൈയിലെ കോൺഗ്രസ് 100 ബസ്സുകളിലും സ്ഥലം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനു പുറമെയാണ് UPA സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ഭാരത് നിർമ്മാൺ പരസ്യങ്ങൾ. ആശുപത്രി പോണ്ടേ? ആശുപത്രി, നല്ല റോഡുകൾ, സ്കൂള്, തൊഴിലുറപ്പ് പദ്ധതി, ഇനിയും എന്തെല്ലാം. ഇക്കഴിഞ്ഞ 10 വർഷങ്ങളിൽ ജീവിതം എത്രയോ മാറി. ഭാരത നിർമ്മാണത്തിൻ ദൃഷ്ടാന്തം. BJPയും പരസ്യങ്ങളുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. 2004 ഇന്ത്യ തിളങ്ങുന്നു പരസ്യങ്ങൾ പരാജയപ്പെട്ടതിന്റെ കൈപ്പേറിയ ഓർമ്മകൾ BJPക്ക് ഉണ്ടെങ്കിലും ഇത്തവണ നരേന്ദ്രമോദിയാണ് പരസ്യങ്ങളുമായി ആദ്യം എത്തിയത്. സർദാർ പട്ടേലിന്റെ പ്രതിമയെ പറ്റിയുള്ള പരസ്യങ്ങളിൽ തുടങ്ങി ഇപ്പോൾ ഗുജറാത്തിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് പറയുന്ന പരസ്യങ്ങൾ ടിവിയിലും തിയേറ്ററുകളിലും സജീവമാണ്. 400 കോടി രൂപയാണ് BJP പരസ്യങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിലേക്കുള്ള ഡയറക്ട് എൻട്രിയായാണ് പാർട്ടികൾ പരസ്യങ്ങളെ കാണുന്നത്. തന്ത്രം ഫലിക്കുമോ കോടികൾ വെള്ളത്തിലാകുമോ എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാം. ഇലക്ഷൻ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കേന്ദ്ര സഹമന്ത്രി ശശി തരൂർ ഉയർത്തിക്കാട്ടുന്ന വികസന നേട്ടങ്ങൾക്കെതിരെ LDF. തിരുവനന്തപുരത്തിനായി പന്നിൻ രവീന്ദ്രൻ MP ആയിരിക്കെ നേടിയെടുത്ത കാര്യങ്ങൾ പോലും തരൂർ സ്വന്തം പേരിൽ എഴുതി ചേർത്തെന്നാണ് വിമർശനം. വികസനത്തിന് 100-100 മാർക്കെന്ന് അവകാശപ്പെട്ടാണ് ശശി തരൂർ തന്റെ വികസന പട്ടിക നിരത്തുന്നത്. തിരുവനന്തപുരത്തിന് സ്വപ്നതുല്യമായ വികസനമുണ്ടായ നാളുകളെന്നാണ് തന്റെ കാലഘട്ടത്തെ തരൂർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ പലതും നേരത്തെ തന്നെ കേന്ദ്രം കേരളത്തിന് അനുവദിച്ചതാണെന്നാണ് LDF വാദം. രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററിന് 110 കോടി രൂപ അനുവദിച്ചത് പന്നിൻ രവീന്ദ്രൻ MP ആയിരുന്ന കാലത്താണെന്ന ഉദാഹരണവും LDF ചൂണ്ടിക്കാട്ടുന്നു. ആ പരസ്യത്തിൽ അദ്ദേഹം അവകാശപ്പെടുന്നതിൻ്റെ 90% സംസ്ഥാന പദ്ധതിയാണ്. തടസ്സങ്ങൾ നീക്കി കഴക്കൂട്ടം കാരോട് ദേശീയ പാത വികസിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഒന്നും നടന്നിട്ടില്ല അവിടെ. എന്നിട്ടും അദ്ദേഹം അതൊരു നേട്ടമായി പറയുന്നു. തിരുവനന്തപുരത്ത് UAE, ശ്രീലങ്കൻ കോൺസുലേറ്റുകളും തരൂർ തന്റെ അക്കൗണ്ടിൽപ്പെടുത്തുന്നു. പക്ഷേ കോൺസുലേറ്റ് അനുവദിക്കുന്നത് അതാത് രാജ്യങ്ങളാണെന്നും അതിൽ MPക്ക് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ലെന്നും LDF നേതൃത്വം വിമർശിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സുനന്ദ പുഷ്കറിന്റേത് കൊലപാതകം തന്നെയെന്ന് സുബ്രഹ്മണ്യ സ്വാമി. കൊലപ്പെടുത്തിയത് തരൂറാണെന്ന് കരുതുന്നില്ല. പക്ഷേ കൊലപാതകത്തെക്കുറിച്ച് തരൂരിന് ബോധ്യമുണ്ടെന്നും സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞു. സുനന്ദയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് തരൂർ നിലകൊള്ളേണ്ടിയിരുന്നതെന്നും സുബ്രഹ്മണ്യം സ്വാമി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. No, he has no, direct involvement in the murder. But when he saw her body, he must have known. He must have known that she was planning to expose everything about the IPL, which would have put the central government into a lot of embarrassment. So all told, his conduct has been to demonstrate that he lacks character. റെക്കോർഡുകളിട്ട തെരഞ്ഞെടുപ്പ് ജീവിതം. AB വാജ്പേയിയുടെ റെക്കോർഡ് കഥ കാണാം ഇടവേളയ്ക്ക് ശേഷം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ബാലറ്റ് പെട്ടിയുടെ കഥകൾ ഏറെ കൗതുകകരമാണ്. ചരിത്രത്തിലിടം നേടിയ പോരാട്ടങ്ങളുമായി പാർലമെന്റ് സ്ട്രീറ്റ്. പാർലമെന്ററി ചരിത്രത്തിൽ നിരവധി റെക്കോർഡുകൾക്കുടമയാണ് AB വാജ്പേയി. 9 തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടെന്ന റെക്കോർഡും വാജ്പേയിക്ക് സ്വന്തം. 5 കൊല്ലം പൂർത്തിയാക്കിയ കോൺഗ്രസുകാരനല്ലാത്ത ഏക പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി. 4 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും ലോക്സഭയിലെത്തിയ ഏക വ്യക്തി. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ദില്ലി സംസ്ഥാനങ്ങളിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. 6 വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്നായിരുന്നു ആ നേട്ടമെന്നതും അപൂർവതയാണ്.
1957-ലും 67-ലും ബൽറാംപൂരിൽ നിന്നും 71-ൽ ഗ്വാളിയോറിൽ നിന്നും വാജ്പേയി വിജയിച്ചു. 1977-ലും 80-ലും ദില്ലിയിലേക്ക് കളം മാറ്റി. ന്യൂദില്ലിയായിരുന്നു മണ്ഡലം. 1991-ൽ അദ്ദേഹം 2ഇടത്ത് മത്സരിച്ചു. മധ്യപ്രദേശിലെ വിദിഷയിലും ഉത്തർപ്രദേശിലെ ലഖ്നൌവിലും. 96-ൽ ലഖ്നൌവിനൊപ്പം ഗുജറാത്തിലെ ഗാന്ധിനഗറിലും മത്സരിച്ചു. 2ഇടത്തും വൻ വിജയവും നേടി. 1998-ലും 99-ലും ലഖ്നൌ തന്നെ തട്ടകമാക്കി. 2004-ൽ അവസാനത്തെ ലോക്സഭാ പോരാട്ടവും ലഖ്നൌവിൽ തന്നെയായിരുന്നു. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച് ബിജെപിയും DMDKയും തമ്മിൽ ധാരണയായതായി റിപ്പോർട്ട്. ഈ ആഴ്ച തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും. ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കാൻ BJPയും DMDKയും തമ്മിൽ ധാരണയായിരിക്കുന്നത്. ഇപ്പോൾ സിംഗപ്പൂരിലുള്ള DMDK നേതാവ് വിജയകാന്ത് ചെന്നൈയിൽ തിരിച്ചെത്തിയ ശേഷം ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും. വിജയകാന്തിന്റെ ഭാര്യ സഹോദരനും പാർട്ടിയുടെ യുവജന വിഭാഗം സെക്രട്ടറിയുമായ LK സുധീഷ് കഴിഞ്ഞ ദിവസം BJP നേതാക്കളെ കണ്ടിരുന്നു. സഖ്യത്തിന് വിജയകാന്ത് സമ്മതിച്ചെന്ന് സുധീഷ് അറിയിച്ചതായാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. സഖ്യം സംബന്ധിച്ച് ധാരണയായതായി DMDK നേതാക്കളും പറയുന്നു. സീറ്റ് വിഭജന ചർച്ച പുരോഗമിക്കുകയാണ്. 14 സീറ്റ് DMDK ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും 12-ൽ കൂടുതൽ നൽകാൻ BJP തയ്യാറല്ല. PMKയുമായും ധാരണയിലെത്താൻ BJP ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച 10 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് PMK. ഈ 10 മണ്ഡലങ്ങളിൽ പലതും DMDKയ്ക്കും BJPയ്ക്കും താൽപ്പര്യമുള്ളതാണ്. ഏതായാലും DMKയുമായും AADMKയുമായും സഖ്യമുണ്ടാക്കില്ലെന്ന് PMK നേതാവ് S രാംദാസ് വ്യക്തമാക്കിയത് BJPയ്ക്ക് പ്രതീക്ഷ നൽകുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. യെദ്യൂരപ്പയ്ക്ക് പിന്നാലെ B ശ്രീരാമലുവും BJPയിലേക്ക്. ബെല്ലാരിയിലെ ശക്തി വീണ്ടെടുക്കാൻ ശ്രീരാമലുവിന്റെ BSR കോൺഗ്രസിനെ പാളയത്തിലെത്തിക്കാൻ BJP കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയതായാണ് സൂചന. ഈ ആഴ്ച തന്നെ ലയനകാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലാണ് പാർട്ടി വിട്ടവരെ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറി അനന്ത്കുമാറിന്റെ ഇടപെടലിനെ തുടർന്ന് ശ്രീരാമലുവിനെ തിരിച്ചു വിളിക്കുന്നതിൽ സുഷമ സ്വരാജ് അടക്കമുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ എതിർപ്പ് ഇല്ലാതായിട്ടുണ്ട്. ഖനി വിവാദത്തിൽപ്പെട്ട റെഡ്ഡി സഹോദരന്മാരുടെ വിശ്വസ്തനായ B ശ്രീരാമലു BJPയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് 2011-ൽ പാർട്ടി വിട്ട് ബഡവ ശ്രമിക റൈത്ത കോൺഗ്രസ് എന്ന BSR കോൺഗ്രസ് രൂപീകരിച്ചത്. ശ്രീരാമലുവിനെ തിരികെ എത്തിക്കുന്നതോടെ ബെല്ലാരി മേഖലയിൽ ശക്തി വീണ്ടെടുക്കുകയാണ് BJPയുടെ ലക്ഷ്യം. യെദ്യൂരപ്പയുടെ ഭരണകാലത്ത് ശ്രീരാമലു ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. അഴിമതി കേസിൽപ്പെട്ട ഖനി രാജാവ് ജനാർദ്ദൻ റെഡ്ഡിയും BJP സർക്കാരിൽ മന്ത്രിയായിരുന്നു. ശ്രീരാമലുവിന് പുറമെ ജനതാദൾ S വൈസ് പ്രസിഡന്റ് PGR സിന്ധ്യ, കഴിഞ്ഞ കൊല്ലം പാർട്ടി വിട്ട രാജു ഗൌഡ തുടങ്ങിയ പ്രമുഖരെയും പാർട്ടിയിലെത്തിക്കാൻ BJP നീക്കം തുടങ്ങിയിട്ടുണ്ട്. സുജിത് നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു. രാഷ്ട്രീയത്തിൽ സമുദായ സംഘടനകളുടെ ഇടപെടൽ അതിരുകടക്കുന്നുണ്ടോ? സാധാരണക്കാരുടെ പ്രതികരണത്തിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ തുടരുകയാണ്. ഇനി വോട്ടർമാരുടെ പ്രതികരണവുമായി ആം ആദ്മി. രാഷ്ട്രീയത്തിൽ സമുദായ സംഘടനകളുടെ ഇടപെടൽ അതിരുവിടുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. സാധാരണക്കാരുടെ പ്രതികരണവുമായി ബിനുരാജ് ചേരുന്നു കോട്ടയത്ത് നിന്ന്. സമുദായ നേതാക്കൾ ദയവ് ചെയ്ത് രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്ന് KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരിക്കുന്നു. കോൺഗ്രസ് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ആവശ്യം പലപ്പോഴായി ഉന്നയിച്ചിട്ടുള്ളതാണ്. സമുദായ നേതാക്കൾ അടങ്ങിയിരിക്കുന്നുണ്ടോ? സമുദായ നേതാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയോ? പ്രബുദ്ധരായ വോട്ടർമാർ പ്രതികരിക്കുന്നു. ഒരു കാരണവശാലും പാടില്ല. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി മതസംഘടനകളൊന്നും മിണ്ടത്തില്ലല്ലോ. പേടിയുണ്ടവരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ. KPCC കോൺഗ്രസ്സുകാരെ എന്തും പറയാം, ഒരു കേട്ടോളും. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം സമസ്ത ജനത്തിൻ്റെയും ജനകീയ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ജനകീയ താല്പര്യത്തിൻ്റെ സംരക്ഷണം തകർക്കുന്നതാണ് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിലേക്കുള്ള ഇടപെടൽ. അല്ല, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തരുടെ വ്യക്തികളുടെ ഓരോ വ്യക്തികളുടെ ഇതല്ലേ. മതം ആയിട്ട് ബന്ധമൊന്നുമില്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എനിക്കിഷ്ടമുള്ളത് എനിക്ക് പറയാമല്ലോ. രാഷ്ട്രീയ മതം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ ഒരു വിഭാഗമായിട്ട് മാറ്റുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ്റെയും രാഷ്ട്രീയമുള്ളവരുടെയും മതമുള്ളവരുടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രസ്ഥാനമാണ് രാഷ്ട്രീയം. രാജ്യത്തെ സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മതം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടുകൂടാ എന്ന് തന്നെയാണ്. സമുദായ നേതാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ആത്മപരിശോധന നടത്താൻ നമ്മുടെ നേതാക്കൾ തയ്യാറാകുമോ? മറ്റൊരു വിഷയവുമായി നാളെ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് മത്സരിക്കാൻ നറുക്കു വീഴുമെന്ന പ്രതീക്ഷയിലാണ് സിറ്റിംഗ് എംപിയും കോൺഗ്രസ് നേതാവുമായ എൻ പീതാംബരക്കുറുപ്പ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നറിയിച്ച കുറുപ്പിന് DCC പ്രസിഡന്റ് പ്രതാപ് ഓർമ്മത്തമ്പാന്റെ പിന്തുണയാണ് ബലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് നിന്ന് മത്സരിക്കാൻ നേതാക്കൾ ദില്ലിക്ക് വണ്ടി കയറിയും ഗ്രൂപ്പ് നേതാക്കന്മാരുടെ പിന്തുണ തേടിയും സജീവമാകുമ്പോൾ സിറ്റിംഗ് MP പീതാംബരക്കുറുപ്പ് അതൊന്നും അറിഞ്ഞ ഭാവമേ നടിക്കുന്നില്ല. 5 വർഷം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുണയ്ക്കുമെന്ന വിശ്വാസം, അതിലുപരി ജനങ്ങൾ കൈവടിയില്ലെന്ന ആത്മവിശ്വാസം. സീറ്റ് കിട്ടുമെന്ന കുറുപ്പിന്റെ ഉറപ്പിന് കാരണമിങ്ങനെ. ശ്വേതാമേനോൻ വിവാദമൊന്നും തനിക്ക് പ്രശ്നമാകില്ലെന്നും കുറുപ്പ് പറയുന്നു. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. എന്നെ എൻ്റെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ഈ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ആരും എന്നെ വെറുക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. DCC പ്രസിഡന്റിന്റെ അകമഴിഞ്ഞ പിന്തുണയാണ് കുറുപ്പിന്റെ മറ്റൊരു കരുത്ത്. മറ്റാർക്ക് കൊടുത്തില്ലെങ്കിലും ലീഡർ K കരുണാകരന്റെ സന്തത സഹചാരിയായിരുന്ന കുറുപ്പിന് സീറ്റ് കൊടുക്കണമെന്ന് പ്രതാപ് ഓർമ്മത്തമ്പാൻ പറയും. എന്തായാലും ഈ സീറ്റിൽ കരുണാകരന്റെ ഒരു മണവും കരുണാകരന്റെ ഒരു ഗുണവും ഒരു ഗണവും പരിഗണിക്കുന്നത് നല്ലത് തന്നെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. വോട്ടർമാരുടെ മനസ്സിലെ പ്രധാനമന്ത്രിയെ കണ്ടെത്താൻ ഏഷ്യാനെറ്റ് ന്യൂസ് അവസരമൊരുക്കുന്നു. ആരാകണം പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താം. നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ എന്നിവയാണ് ഓപ്ഷനുകൾ. ഇവരെ ആരെയും താല്പര്യമില്ലാത്തവർക്കായി നോട്ട ബട്ടണുമുണ്ട്. വോട്ട് ചെയ്യാൻ സന്ദർശിക്കുക www.asianetnews.tv/ജനവിധി 2014. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം. സന്ദർശിക്കുക www.asianetnews.tv/ജനവിധി 2014. യുവ വോട്ടർമാരുടെ അഭിപ്രായം തേടിയുള്ള ചോദ്യങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും കാണാം. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി നാളെ വൈകിട്ട് 7:30 ഈ ന്യൂസ് വീണ്ടും എത്തും.